Hi friends, Namaskaram. Welcome back to my YouTube channel SK YouTube Tips and Tricks. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം. അപ്പോൾ ഇന്ന് ഓപ്പൺ ക്യാമറയുടെ ഫുൾ സെറ്റിങ്സ് ആണ്. ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബേസിക് ആയിട്ടും ഒന്ന് അഡ്വാൻസ് സെറ്റിങ്സ്. അപ്പോൾ മിക്ക യൂട്യൂബ് ചാനലുകാരും ഈ ഓപ്പൺ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളും അഥവാ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഞാൻ പറയുന്ന രീതിയിൽ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഡിയോ എടുക്കാൻ പറ്റും. കുക്കിംഗ് ചാനലായിരുന്നാലും ശരി, ഒരു ബ്ലോഗർ ആയിരുന്നാലും ആരായിരുന്നാലും മൊബൈൽ കൊണ്ട് വീഡിയോ എടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വരും. ഓപ്പൺ ക്യാമറ വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഫോർ യൂട്യൂബർ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓപ്പൺ ക്യാമറ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത് ഇതേപോലെ വന്നതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇതേപോലെ വരും. അപ്പോൾ ഇതിൽ ഫുൾ സെറ്റിങ്സിൽ ഓക്കെ കൊടുക്കുക. ആദ്യം നമുക്ക് ബേസിക് സെറ്റിംഗ് എന്താണെന്ന് നോക്കാം. നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇതേപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഫേസ് ഡിറ്റക്ഷനാണ്. ഫേസ് ഡിറ്റക്ഷൻ നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസിനെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ചിലപ്പോൾ ലൈറ്റെല്ലാം ഡിം ആവാനോ അപ്പാവാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് ഓഫ് പൊസിഷനിൽ തന്നെ വെച്ചേക്കുക. രണ്ടാമത്തെ സെറ്റിങ്സ് എന്ന് വെച്ചാൽ ടൈമറാണ്. ഈ ടൈമർ എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന മുമ്പ് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോയത് ഒബ്ജക്റ്റിനെയൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കാൻ ഒരു സമയം വേണമല്ലോ. അത് വേണമെങ്കിൽ ടൈമർ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഓൺ ചെയ്താൽ ഒരു 5 മിനിറ്റ് വരെ സമയമുണ്ട്. അപ്പം ഞാനിവിടെ അതിനെ ഓഫ് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെച്ചേക്കാം, കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് റിപ്പീറ്റ് മോഡ് ഇൻ്റർവൽ. അപ്പോൾ ഇതിലൊന്നും നമ്മൾ യാതൊരു സെറ്റിങ്സും ചെയ്യേണ്ട. ഇത് ഡിഫാൾട്ട് സെറ്റിംഗ് തന്നെ ഇരിക്കട്ടെ. ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. അടുത്ത നമുക്ക് അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ സെറ്റിങ്സ് ആണ് നമുക്കിവിടെ ആദ്യം ഓപ്പൺ ചെയ്യാനുള്ളത്. വീഡിയോ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ സ്ക്രീൻ വരുന്നു. ആദ്യം ഉള്ളത് വീഡിയോ റെസൊല്യൂഷനാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ റെസൊല്യൂഷൻ 4K ഉണ്ട്, 2336 ഉണ്ട്, ഫുൾ HD ഉണ്ട്. ഇതിൽ താഴോട്ട് പോകുമ്പോൾ UCIF വരെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ HD ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ HD അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കിട്ടും. ഫുൾ HD ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങളും ഫുൾ HD സെലക്ട് ചെയ്യുക. അടുത്ത് നമ്മൾ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ വീഡിയോ ഫോർമാറ്റാണ്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോ ഫോർമാറ്റ് ഡിഫാൾട്ട് വരുന്നുണ്ട്. MBEG4 H.264 MBEG4 HEVC ഉണ്ട്. അപ്പം രണ്ടാമത്തതോ മൂന്നാമത്തതോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ രണ്ടാമത്തതായിട്ടുള്ള MBEG4 H.264 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുമ്പം മാക്സിമം ഡ്യൂറേഷൻ ഓഫ് വീഡിയോ ആണ്. നമ്മളെ വീഡിയോയുടെ ഡ്യൂറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ പ്രസ് ചെയ്യപ്പോഴത്തേക്ക് അൺലിമിറ്റഡ് 3 സെക്കൻഡ് 5 സെക്കൻഡ് 10 സെക്കൻഡ് 15 ഇങ്ങനെ പോയി 1 hour വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ സമയം സെറ്റ് ചെയ്താൽ അതിനനുസരിച്ച് വീഡിയോ നിൽക്കും. ഞാൻ ഇവിടെ അൺലിമിറ്റഡ് ആണ്
സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളും അൺലിമിറ്റഡ് സെറ്റ് ചെയ്യുക. അടുത്ത നമ്മുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് വീഡിയോ ആഫ്റ്റർ മാക്സിമം ഡ്യൂറേഷൻ. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിരിക്കുമ്പം റീസ്റ്റാർട്ട് ആവണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റീസ്റ്റാർട്ട് കൊടുത്ത് നമ്മളിവിടെ ഡോണ്ട് റീസ്റ്റാർട്ടാണ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഇത് കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡോണ്ട് റീസ്റ്റാർട്ട് കൊടുക്കുക. അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടായി വരും. അടുത്ത നമ്മൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് മാക്സിമം ഫയൽ സൈസ് ഓഫ് വീഡിയോ ആണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുമ്പം ഡിവൈസ് ഡിഫാൾട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ 100 GB MB തൊട്ട് 9 GB വരെ ഉണ്ട്. ഞാൻ ഇവിടെ ഡിവൈസ് ഡിഫാൾട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മളെ മൊബൈലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അടുത്ത നമ്മൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് ഓൺ മാക്സിമം ഫയൽ സൈസാണ്. ഇത് നമ്മൾ ഓൺ പൊസിഷനിൽ തന്നെ വയ്ക്കുക. അടുത്തത് റെക്കോർഡ് ആഡിയോ ആണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യണോ വേണ്ടേ, നമ്മൾ സൗണ്ടെല്ലാം റെക്കോർഡ് ചെയ്യണോ വേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ഓൺ തന്നെ ചെയ്ത് വയ്ക്കുക. അപ്പോഴേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ റെക്കോർഡാവുകയുള്ളൂ. അടുത്തതാണ് മെയിൻ ആയിട്ടുള്ളത് ആഡിയോ സോഴ്സാണ്. നമ്മൾ ചിലരെല്ലാം ബോയോ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, ചിലർ വയർലെസ് മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഡിയോ സോഴ്സ് വന്നിട്ട് നമ്മൾ എക്സ്റ്റേണൽ മൈക്കിൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ എക്സ്റ്റേണൽ മൈക്കിൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ആഡിയോ ചാനലാണ്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഡിഫാൾട്ട് ഉണ്ട്, മോണോ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. ഞാൻ ഡിഫാൾട്ട് തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ ലോക്ക് സ്ക്രീൻ വെൻ റെക്കോർഡിംഗ് വീഡിയോ. അത് നമ്മൾ ഓഫിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം സ്ക്രീൻ ലോക്കാവും. എല്ലാവരും ഓഫ് തന്നെ ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മുടെ സെറ്റിങ്സ് വീഡിയോ വിബ്രേറ്റ് അപ്രോക്സിമേറ്റ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പം 200 MB വരെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ 150 സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 100 അല്ലെങ്കിൽ 150 സെലക്ട് ചെയ്യുക. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോ നമുക്ക് കിട്ടും. 100 അല്ലെങ്കിൽ 150 നിങ്ങൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നത് വീഡിയോ ഫ്രെയിമാണ്. വീഡിയോ ഫ്രെയിം റേറ്റ് വന്നിട്ട് 15, 24 ഇങ്ങനെ പോവും. 120 വരെ ഉണ്ട്. ഞാൻ ഇവിടെ ഡിഫാൾട്ട് തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. വീഡിയോ ഫ്രെയിം റേറ്റ് ഡിഫാൾട്ട് നിങ്ങളും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സെറ്റിങ്സ് നമ്മുടേത് ക്രിട്ടിക്കൽ ബാറ്ററി ചെക്കാണ്. അത് ഓഫ് പൊസിഷനിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ ബാറ്ററി 60%, 40% ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓഫ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. ലാസ്റ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നത് ഫ്ലാഷ് വൈൽ റെക്കോർഡിംഗ് വീഡിയോ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഫ്ലാഷ് ഓൺ ആവണോ വേണ്ടതെന്ന്. അപ്പോൾ ഓഫിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഓണായി കിടക്കും, ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവും. ഇനി നമുക്ക് ഫൈനൽ സെറ്റിങ്സിലേക്ക് പോകാം. ഒരു വീഡിയോ എടുത്തതാണ്. അതായത് ഇതേപോലെ വന്നിട്ട് ഇടതുവശത്ത് കാണുന്നില്ലേ സെറ്റിങ്സിന് താഴെ 3 ഓപ്ഷൻസ്. ആദ്യം നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം അവിടെ മുകളിൽ ലോക്ക് കണ്ടോ, ലോക്ക്, അത് നമ്മൾ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ അവിടെ മുകളിൽ നിന്ന് മൂന്നാമതായിട്ട് സെറ്റിങ്സിന് താഴെ മൂന്നാമതായിട്ട് വരുന്ന അതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമ്മൾ ഇതിൽ ലൈറ്റ് കൂടുതലോ കൂട്ടിയോ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രകാശം കുറവാണെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കൂട്ടിയും കുറച്ചും ഇങ്ങനെ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വീഡിയോ എടുക്കുമ്പം നല്ല A1 ക്ലാരിറ്റിയിലുള്ള വീഡിയോ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ. സുരേഷ് നടൻ. ടേക്ക് കെയർ.